ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വലിയൊരു അനിശ്ചിതാവസ്ഥയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കഴിഞ്ഞ തവണത്തെ 18 അക്കം ആവർത്തിക്കാനാകില്ല എന്ന് ഏവർക്കും ഉറപ്പാണ്. അതോടെ അണികൾ കൊഴിഞ്ഞു തുടങ്ങും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അണികൾ ഉഷാറാകണമെങ്കിൽ വേണ്ടത് പുനഃസംഘടന തന്നെയാണ്. മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണി വിട്ടുപോയതോടെ കോൺഗ്രസിനും UDF-ൽ സ്വാധീനം നന്നേ കുറഞ്ഞു. UDF-നും മധ്യ തിരുവിതാംകൂറിൽ കാര്യമായ പ്രതിനിധികളില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ പിന്നെ അണികളെയും നേതാക്കളെയും ഒപ്പം നിർത്തണമെങ്കിൽ പുനഃസംഘടന തന്നെ വേണം. അത് തുടങ്ങേണ്ടത് ആദ്യം KPCC തലപ്പത്ത് നിന്ന് തന്നെയാണ്. ഹൈക്കമാൻഡിന്റെ ആദ്യ നോട്ടം K സുധാകരനിലേക്കാണ്. അതുകൊണ്ടാണ് സുധാകരനെ ഡൽഹിക്ക് ചർച്ചകൾക്കായി വിളിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ ജയിച്ചാൽ MP ആയി ലോക്സഭയിൽ മുതിർന്ന പാർട്ടി പദവികൾ നൽകും തീർച്ച. കണ്ണൂരിൽ തോറ്റാലോ ദേശീയ തലത്തിൽ പാർട്ടിയിൽ പദവി നൽകും. കേരളത്തിലെ കാര്യങ്ങൾ ഇടപെടരുത്, അതാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം നിർദ്ദേശം. KPCC-യിലും UDF-ലും വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആദ്യം ഉരുളുന്ന തല നേരത്തെ പറഞ്ഞതുപോലെ സുധാകരന്റെ തന്നെയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറി നിന്ന സുധാകരനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കരുതെന്നായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. അതിനായിട്ടാണ് ഹസനോട് തുടരാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ BJP യാത്ര എന്ന ഭീഷണി മാറ്റിവെച്ച് ഇത്തവണ K സുധാകരൻ അടവൊന്ന് മാറ്റിപ്പിടിച്ചു. മാന്യമായ ഒരു വിരമിക്കലിന് അവസരം നൽകണമെന്ന് AK ആന്റണി വഴി AICC നേതൃത്വത്തോട് സുധാകരൻ അഭ്യർത്ഥിച്ചു. അതോടെയാണ് അഴിച്ചുപണി വരെ സുധാകരന് തന്നെ KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകിയതും. KPCC നേതൃത്വത്തിലേക്ക് ഇനി കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനാണ് AICC നേതൃത്വത്തിന്റെ ആലോചന. ഉമ്മൻചാണ്ടിയുടെ വേർപാട് പാർട്ടിയിലുണ്ടാക്കിയ വിടവ് നികത്തണം. AK ആന്റണി പണ്ട് KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിലും ആ കാലഘട്ടത്തിലൊന്നും ആന്റണിക്ക് കത്തോലിക്കനാകാൻ കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസിലാകട്ടെ ഒരു ഹൈന്ദവൻ പാർലമെന്ററി പാർട്ടി നേതാവും ക്രിസ്ത്യാനി പാർട്ടി നേതാവും അല്ലെങ്കിൽ തിരിച്ചുള്ള കോമ്പിനേഷനാണ് ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ മാണി ഗ്രൂപ്പ് കൂടി പുറത്തുപോയതോടെ കത്തോലിക്ക വിഭാഗം ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസിനോട് അകന്ന നിലയിലായി. PG ജോസഫ് ഗ്രൂപ്പിനാകട്ടെ അത് പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഇനി മുന്നണി വിട്ടുപോയ ജോസ് കെ മാണിയും കുട്ടരെയും തിരികെ കൊണ്ടുവന്നാലേ UDF-ന് മധ്യ തിരുവിതാംകൂറിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് AICC-ക്ക് വ്യക്തമാണ്. അതുകൊണ്ട് അവർ UDF-ന് പുറത്തുപോകാൻ കാരണക്കാരായവരെ തൽക്കാലം മാറ്റി നിർത്തി വിട്ടുപോയ ഘടകകക്ഷികളെ ജോസ് കെ മാണി വിഭാഗത്തെ അടക്കം സ്വാധീനിച്ച് കൂടെ കൊണ്ടുവരാൻ പറ്റുന്നവരായിരിക്കണം ഇനി KPCC-യിലും UDF-ന്റെ തലപ്പത്തും വരേണ്ടത് എന്നാണ് AICC-യുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാന്റെയും ചെന്നിത്തലയുടെയും പേരുകൾ പരിഗണിക്കാൻ പോലും സാധ്യതയില്ല. മാത്യു കുഴൽനാടൻ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ വേണ്ടത്ര കൃത്യതയും വ്യക്തതയും ഇല്ലാതെ ഉയർത്തിക്കൊണ്ടുവന്ന മാസപ്പടി കേസ് ചീറ്റിപ്പോയതോടെ കുഴൽനാടൻ ലിസ്റ്റിന് പുറത്തായി. ബെന്നി ബെഹനാനും കുഴൽനാടനും കത്തോലിക്ക സമുദായം അല്ല എന്ന കുറവും AICC കാണുന്നുണ്ട്. ആന്റണിയാണ് മറ്റൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥി. പക്ഷേ ലോക്സഭാ മത്സരത്തിൽ പത്തനംതിട്ട നിന്നും ജയിച്ചാലും തോറ്റാലും മധ്യ തിരുവിതാംകൂറിൽ നിന്നും പ്രത്യേകിച്ച് കോട്ടയത്തു നിന്നുള്ള കത്തോലിക്കൻ വരുന്നു എന്നത് പാർട്ടിക്ക് സ്വീകാര്യമല്ല. അത് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്കും ഒട്ടും സ്വീകാര്യമല്ല. കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള മധ്യ തിരുവിതാംകൂറുകാരനായ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് നറുക്ക് വീഴുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രവർത്തനം മലബാർ മേഖല, വേരുകൾ മധ്യ തിരുവിതാംകൂറിൽ. അത് ഫലപ്രദമായി സംസ്ഥാനമൊട്ടാകെ ഉപയോഗിക്കാൻ സണ്ണി ജോസഫിന് സാധിക്കും എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. KPCC-യുടെ സെക്രട്ടറിമാരിൽ ഒരാളായി M ലിജുവിനെ പരിഗണിക്കുന്നുവെന്ന് മറ്റൊരു സൂചനയുണ്ട്. DCC-കളിലും ഇത്തവണ കാര്യമായ പൊളിച്ചെഴുത്തുണ്ടാകും. 60കളിൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ മുന്നേറ്റം നടത്തിയ യുവാക്കളെയും ചെറുപ്പക്കാരെയും മാതൃകയാക്കി അതുപോലുള്ള ഇപ്പോഴത്തെ യുവത്വത്തിന് നേതൃത്വമേൽപ്പിക്കാനാണ് AICC-യുടെ നീക്കം. DCC-കളിൽ ഇപ്പോൾ കഴിവ് തെളിയിച്ച പ്രസിഡന്റുമാരെ നേരെ KPCC നിർവാഹക സമിതികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യും. ഇതിനോടൊപ്പം UDF-ലും പുനഃസംഘടനയും UDF വിപുലീകരണവും AICC-യുടെ അജണ്ടയാണ്. LDF-ലുള്ള ജോസ് കെ മാണി ഗ്രൂപ്പിനെയും CPI-യെയും പലതവണ UDF ക്ഷണിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം മുഖമടച്ചുള്ള മറുപടിയാണ് ഇരു വിഭാഗങ്ങളും നൽകിയതും. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷകൾ വിദൂരത്താണ്. പക്ഷേ പ്രതീക്ഷകൾ ഇല്ലാതില്ല എന്നാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒരു കണക്കുകൂട്ടൽ. ഇവരെ കൂടി മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കാര്യപ്രാപ്തിയുള്ളവരെ നോക്കി മുന്നണി കൺവീനർ പദവി ഏൽപ്പിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. UDF കൺവീനർ പദവി ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ഒന്നാക്കി മാറിയിരിക്കുന്നു. ആ പദവി ശക്തമല്ലാത്തത് കൊണ്ടാണ് UDF-ന് പല പ്രതിസന്ധികളിലും പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ വരെ സഹായം തേടേണ്ടി വന്നത്. കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും KPCC പ്രസിഡന്റ് വരുമ്പോൾ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുമാണ് UDF കൺവീനർ തിരഞ്ഞെടുക്കുക. പാർട്ടിക്കുള്ളിൽ നിന്നും അതിനെ പറ്റിയവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഘടകകക്ഷിയിൽ നിന്നും പ്രാപ്തരാരെ കണ്ടെത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. UDF-ന്റെ രൂപീകരണ സമയത്ത് ജോസഫ് ഗ്രൂപ്പിനായിരുന്നു കൺവീനർ സ്ഥാനം. ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഘടകകക്ഷികളും മുന്നണിയിലുണ്ട്. അവർക്ക് കൺവീനർ പദവി എന്നത് അർഹിക്കുന്ന അംഗീകാരമാകും. കഴിവ് തെളിയിക്കാൻ ഘടകകക്ഷി നേതാക്കൾക്കും സാധിക്കുമെന്നത് തോന്നൽ UDF-ലുണ്ടാകും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കാര്യങ്ങളെ രാഷ്ട്രീയമായി വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘത്തെ നേതൃത്വമേൽപ്പിച്ച് 2026-ൽ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാന KPCC-ക്കല്ല AICC-ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന വരെ കേരളത്തിലെ നേതാക്കൾക്ക് അതിൽ യാതൊരു റോളും ഉണ്ടാകില്ല എന്ന് വ്യക്തം.